അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വിജയിച്ചതിനു ശേഷം ഏതാണ്ട് 80 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മന്ദഭക്തന്മാർ കാത്തിരുന്ന ആ ശുഭവാർത്ത എത്തിയിരിക്കുകയാണ്. മോദിയും മോദിയുടെ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. എന്നാൽ ഇതിലും ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പറയാതെ വയ്യ. ഏത് വാർത്ത കേട്ടാലും അത് അതേപടി വിഴുങ്ങുന്ന സ്വഭാവം എനിക്കില്ല. അതിലെ സത്യാവസ്ഥ ശരിക്കും മനസ്സിലാക്കിയ ശേഷമേ വിശ്വസിക്കൂ എന്നതാണ് എൻ്റെ നയം. അങ്ങനെ പാടുള്ളൂ താനും, അല്ലേ? ജനുവരി 27-ാം തീയതി മോദി ട്വിറ്ററിൽ കുറിച്ചതാണ് ഇത്. എൻ്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപുമായി സംസാരിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രപരമായ സെക്കൻഡ് ടൈം വിജയത്തിൽ അനുമോദനങ്ങൾ അറിയിച്ചു. ഞങ്ങൾ പരസ്പരം ഗുണകരമായതും വിശ്വാസത്തിൽ ഊന്നിയതുമായ ഒരു പാർട്ണർഷിപ്പിന് പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളുടെ ജനങ്ങളുടെ പുരോഗതിക്കും ലോക സമാധാനത്തിനും സമ്പൽ സമൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഇവിടെ ഞാനും ആനച്ചാരും കൂടി എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയുന്നത് വളരെ രസകരമാണ് എന്ന് പറയാതെ വയ്യ. അതുപോലെ ചരിത്രപരമായ സെക്കൻഡ് ടൈം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു വിധത്തിലും മനസ്സിലാകുന്നില്ല. ചരിത്രം തിരുത്തിക്കുറിച്ചല്ല ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും അധികാരത്തിൽ ഏറുന്നത്. പിന്നെ ഏതർത്ഥത്തിലാണ് ഈ ഹിസ്റ്റോറിക് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ മെസ്സേജ് കണ്ടപ്പോൾ ഇത് ശരിയാണോ എന്ന് എനിക്ക് വളരെ സംശയം തോന്നി. അതിനാൽ അമേരിക്കൻ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വാർത്തയുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് ഇത്. ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എല്ലാം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, എക്കണോമിക്സ് ടൈംസ്, ന്യൂസ് 18, ഹിന്ദുസ്ഥാൻ ടൈംസ്, ബിയോണ്ട്, ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നീ ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിന്നുള്ളതാണ്. 2 എണ്ണം മാത്രമാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ നിന്നുള്ള റിസൾട്ടായി വന്നത്, റോയിറ്റേഴ്സിലും ഡെൻവർ ഗസറ്റിലും. ആ റോയിറ്റേഴ്സിൽ വന്ന വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ മോദി പറയുന്നത് ട്രംപുമായി സംസാരിച്ചു എന്നാണ്. ഞാൻ ട്രംപുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് മോദി എക്സിൽ പോസ്റ്റ് ഇട്ടു എന്ന്. ഇത് തന്നെയാണ് ഡെൻവർ ഗസറ്റും പറഞ്ഞിരിക്കുന്നത്. മോദി പറഞ്ഞു മോദി ട്രംപുമായി സംസാരിച്ചു എന്ന്. അപ്പോൾ ഇത് ശരിയല്ല എന്ന് തന്നെ ഞാൻ കരുതി. എന്നാൽ പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ആക്ച്വലി ഇവർ തമ്മിൽ സംസാരിച്ചത് ശരിയാണ് എന്ന് മനസ്സിലായി. വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിൽ ന്യൂസ് സെക്ഷനിൽ ജനുവരി 27-ാം തീയതിയിലെ ഡേറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചതിന്റെ വിവരങ്ങൾ. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫലവത്തായ ഒരു ഫോൺ കോൾ നടത്തി. 2 നേതാക്കളും സഹകരണം വികസിപ്പിക്കുന്നതിനും ആഴത്തിൽ ആക്കുന്നതിനെയും കുറിച്ച് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ റീജിയണൽ ഇഷ്യൂസ് ആയ ഇൻഡോ പസഫിക്, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവിടങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്തു. അമേരിക്കൻ നിർമ്മിത സുരക്ഷാ ഉപകരണങ്ങൾ ഇന്ത്യ കൂടുതലായി വാങ്ങുന്നതിനും ന്യായമായ ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രസിഡന്റ് ഊന്നിപ്പറഞ്ഞു. അതുപോലെ പ്രധാനമന്ത്രി വൈറ്റ് ഹൗസ് സന്ദർശിക്കേണ്ടതിന്റെ പ്ലാനുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. 2 നേതാക്കളും അമേരിക്കയും ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും ഇന്തോ പസഫിക് ക്വാഡ് പാർട്ണർഷിപ്പിനെ കുറിച്ചും ഊന്നിപ്പറഞ്ഞു. വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് വാർത്താ സെക്ഷനിൽ ഒരു കുറിപ്പുള്ളതല്ലാതെ ട്രംപിന്റെ ട്വിറ്ററിലോ വൈറ്റ് ഹൗസിന്റെ ട്വിറ്ററിലോ ഇതിനെക്കുറിച്ച് ഒന്നും കുറിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. ഇതിനുശേഷം ഇന്ത്യൻ മാധ്യമങ്ങളിലെല്ലാം വന്ന മറ്റൊരു വാർത്തയാണ് ഫെബ്രുവരിയിൽ മോദി അമേരിക്ക സന്ദർശിക്കുമെന്ന് ട്രംപ് പറഞ്ഞു എന്നും പറഞ്ഞ്. ഇവിടെ ഒരു ഇന്ത്യൻ മാധ്യമത്തിൽ വന്ന വാർത്ത പറഞ്ഞിരിക്കുന്നത് ട്രംപ് പറഞ്ഞു മോദി ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതുപോലെ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഏതാണ് ശരി അത് ചെയ്യുമെന്ന് മോദി പറഞ്ഞുവെന്നും ഇതിൽ പറയുന്നു. ഈ ഗോദി മീഡിയകളുടെ കാര്യം സമ്മതിക്കേണ്ടത് തന്നെയാണ്. ഈ വാർത്തയിൽ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ അവർ പ്രൊഡക്റ്റീവ് എന്നും ഫെയർ എന്നും ഉള്ളത് ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ട്രംപ് പ്രൊഡക്റ്റീവ് സംസാരമായിരുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ച്. ഏതാണ്ട് എല്ലാവരും വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു ഞങ്ങളുടെ ഫോൺ കോൾ എന്നേ പറയൂ. അതിന് മറ്റ് പ്രത്യേകതകൾ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽഡായി സെർച്ച് ചെയ്തു നോക്കി. എന്നാൽ ഇന്ത്യൻ മീഡിയകളിൽ വന്ന വാർത്തയല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് കാണാൻ സാധിച്ചില്ല. ഇന്ത്യൻ മീഡിയകൾ വാർത്ത കൊടുത്തത് ട്വിറ്ററിൽ ഒരു സംഖ്യ കുറിച്ചത് കണ്ടിട്ടാണ് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഇവിടെ കുറിച്ചിരിക്കുന്നത് മോദി ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു അത്രേ. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഇന്ത്യൻ മീഡിയകൾ മാത്രമാണ് കൊടുത്തത്. അദാനിയുടെ NDTV, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ഫസ്റ്റ് പോസ്റ്റ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, കേരള കൗമുദി, ലൈവ് മിന്റ്, ഇന്ത്യ TV ന്യൂസ്, ന്യൂസ് 18. ഒരൊറ്റ അമേരിക്കൻ മാധ്യമത്തിലോ
മറ്റു വിദേശ രാജ്യങ്ങളുടെ മാധ്യമത്തിലോ ഇങ്ങനെ ഒരു വാർത്ത വന്നതേയില്ല. യൂട്യൂബിലും ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ആകെ ഇന്ത്യൻ മീഡിയകളിൽ വന്ന വാർത്തകൾ മാത്രമാണ് ഉള്ളത്. ഒരു അമേരിക്കൻ മീഡിയയോ മറ്റ് വിദേശ മാധ്യമങ്ങളോ ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ മീഡിയയിൽ വന്ന വാർത്തകളിൽ പറഞ്ഞത് എയർഫോഴ്സ് വണ്ണിൽ വെച്ചുള്ള ഒരു ഇന്റർവ്യൂവിൽ ട്രംപ് പറഞ്ഞു ഫെബ്രുവരിയിൽ മോദി ഒരുപക്ഷെ അമേരിക്ക സന്ദർശിച്ചേക്കും എന്ന്. ഇത് 90% ഫേക്ക് ആകാനാണ് സാധ്യത. ട്രംപിന്റെ ട്വിറ്ററിലും വൈറ്റ് ഹൗസിന്റെ ട്വിറ്ററിലും ഇതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പുമില്ല. അതുപോലെ വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിലും ഇങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടേയില്ല. ഏതായാലും അത് സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാലും ഏതാണ്ട് 90 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ട്രംപ് മോദിയുമായി സംസാരിക്കാൻ കൂട്ടാക്കിയത് ആശ്വാസകരമാണ് എന്ന് പറയാതെ വയ്യ.